ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് വന്ന് ഹരിയാം ഭോജ രാഗം, അതായത് എഫ് മേജർ സ്കെയില് പിടിച്ചാൽ അത് ഹരിയാം ഭോജ രാഗത്തിലോട്ട് വരും. അവിടെ ഒരു ഫ്ലാറ്റാണ്, ഒരു കറുത്ത നോട്ടാണ് ആ രാഗത്തിലുള്ളത്. അത് രണ്ടും കൂടി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതേസമയം നമുക്ക് ആ എഫ് മേജർ സ്കെയിലാണ് ആ പാട്ടിരിക്കുന്നത്. ഏതാണെന്നറിയാമോ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ. ആ പാട്ടൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഫ് മേജർ സ്കെയിൽ വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. എഫ്, ജി, എ, ബി ഫ്ലാറ്റ്, സി, ഡി, ഇ, എഫ്. അപ്പോൾ ഫിംഗർ ഇങ്ങനെ എടുക്കും. 1 2 3 4 1 2 3 4. ഇത് ഡബിൾ ക്ലാപ്പ്. ലെഫ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കും? ഫിഫ്ത്ത് ഫിംഗർ എടുക്കും കേട്ടോ. എഫ്, ജി, എ, ബി ഫ്ലാറ്റ്, സി, ഡി, ഇ, എഫ്, ഇ, ഡി, സിക്ക് ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവന്നു. സെക്കൻഡ് ഫിംഗർ ബി ഫ്ലാറ്റ്, എ, ജി, എഫ്. ഇതാണ് എഫ് മേജർ സ്കെയിൽ. ഇപ്പൊ എഫ് ടു എഫ്. ഇപ്പൊ ഹരിയാം ഭോജ് എന്നൊരു രാഗമുണ്ട്. അതിന്റെ സ്വരസ്ഥാനം വരുമ്പോൾ ഈ ഒരു ഫ്ലാറ്റ് അതിലും വരുന്നുണ്ട്. നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് കണ്ടോ? അപ്പൊ ഷഡ്ജം, ശ്രുതി ഋഷഭം, ആന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശ്രുതി ദൈവതം, കൈഷികി നിഷാദം, ഷഡ്ജം. നമുക്ക് ഈ ഇതിനകത്ത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം എന്നൊരു പാട്ടുണ്ടല്ലോ, പഴയ ജയറാമിന്റെ പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ പാട്ടൊന്ന് കാണാം. ഇങ്ങനെ ഒരു നോട്ട് അവിടെ തെന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾ എടുക്കണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ? സ സ മ മ അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ പാട്ട് ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ മിസ് ബോർഡിനകത്ത് രാഗത്തെ എങ്ങനെ രാഗം കണ്ടുപിടിക്കാം, രാഗത്തിൽ എങ്ങനെ പാട്ട് കണ്ടുപിടിക്കാമെന്ന് മിസ് എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. സെമിറ്റോൺസ് ആൻഡ് ടോൺസ്. ഇപ്പം എന്താണെന്നറിയാമോ? ഇത് നിങ്ങൾ വന്ന് പലപ്പോഴും ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, മിസ്സേ ഞങ്ങൾ കല്യാണ രാഗം വന്ന് ശങ്കരാഭരണത്തിൽ വായിച്ചെന്ന്. ഒരിക്കലും അത് നടക്കത്തില്ല. ഒരു രാഗത്തിൽ ഉള്ളത് ആ രാഗത്തിൽ മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മറ്റൊരു രാഗത്തിൽ പിടിച്ചിട്ട് ഇപ്പോൾ വെളുത്ത നോട്ടിലെല്ലാം നിങ്ങൾ കൈ വെച്ചത് കൊണ്ട് അതെല്ലാം ശങ്കരാഭരണം രാഗം ആകണമെന്ന് അർത്ഥമില്ല കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ? ഈ ട്യൂൺ സെമിറ്റൂൺ. ഇത് ഇവിടെ ഷാർപ്പിൽ വരുമ്പോൾ സെമിറ്റൂണാണ്. ഈ ഷാർപ്പിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഒരു ട്യൂൺ ആകുന്നത്. അപ്പോൾ ശങ്കരാഭരണം രാഗമാണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും? ട്യൂൺ ട്യൂൺ സെമിറ്റൂൺ. എന്തുകൊണ്ട് ഇത് സെമിറ്റൂൺ ആയെന്ന് പറഞ്ഞാൽ എഫിന് വന്നിട്ട് കറുത്ത നോട്ട് ഇല്ല അല്ലേ? ഇവിടെ രണ്ടിനും സിക്കും ഡിക്കും കറുത്ത നോട്ടുണ്ട് അവിടെ. പക്ഷേ സി ഫ്ലാറ്റ് അല്ലെങ്കിൽ സി അല്ല, ഡി ഫ്ലാറ്റും ഇ ഫ്ലാറ്റും രണ്ട് കറുത്ത നോട്ട് അവിടെ ഉണ്ടാകും. അപ്പോഴത് ടു. ഇവിടെ എന്താ സംഭവിക്കുക? എഫ് വരുമ്പോഴേ എഫിൻ്റെ ഇടയ്ക്ക് ഈടെ നടുക്ക് വന്നിട്ട് കറുത്ത നോട്ട് ഇല്ല അവിടെ. അപ്പോൾ അതെന്താ സംഭവിക്കുക? അവിടെ അത് സെമിറ്റൂൺ ആയിട്ട് മാറും. പിന്നെയും വീണ്ടും ട്യൂൺ 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 സെമിറ്റൂൺ. ബിക്കും സിക്കും ഇടയിൽ കറുത്ത നോട്ടുണ്ടോ? കീബോർഡ് പ്ലെയർക്ക് അറിയാമല്ലോ, ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് വായിക്കുമ്പോഴാണ് ഇത് ധീരശങ്കരാഭരണം എന്നാണ് പറയുന്നത്, ശങ്കരാഭരണം. പക്ഷേ ഈ നോട്ട് നിങ്ങൾ ഇവിടെ ഡിയിൽ പിടിച്ചാൽ ഡി മേജറായിട്ട് പിടിച്ചു വരുമ്പോൾ എഫിൽ വന്നിട്ട് ഷാർപ്പ് നോട്ട് കയറി പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ ഡി ശങ്കരാഭരണം നോട്ട് രാഗം തന്നെയായിട്ടേ അത് വരത്തുള്ളൂ. നിങ്ങൾ അവിടെ കയറി കൈ വെച്ചിട്ട് എഫിൽ ഷാർപ്പിൽ കൈ വെച്ചുകൊണ്ട് കല്യാണിയാണെന്ന് പറയരുത്, മനസ്സിലായോ? അപ്പം രാഗം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ടൂൺ ടൂൺ സെമിറ്റോൺ, ടൂൺ 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 സെമിറ്റോൺ. ഇതാണ് മേജർ സ്കെയിൽ. മൈനർ വരുമ്പോൾ ഇനിയും മാറും. അത് മിസ് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല, പലരും എന്നോട് പറയാറുണ്ട്, രാഗത്തെ ഞാൻ ആ രാഗം മാറ്റി ഈ രാഗത്തെ പിടിച്ച് മിസ്സെന്ന്. ഒരിക്കലും ഒരു പാട്ട് ഒരു കമ്പോസർ കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാഗത്തിൽ തന്നെ ആയിരിക്കും ആ പാട്ട്. ഒരിക്കലും രാഗം മാറ്റി പിടിക്കാനൊക്കെ, അല്ലെ ലിറിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇതാണ് ഉള്ളത്. ഇതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ മിസ്സിനെ നേരെ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ മിസ് പ്ലേ ചെയ്ത് കാണിച്ചത്? അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഓരോരോ പാട്ടുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കാം. പിന്നെ ബോർഡിൽ എഴുതിയത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം കേട്ടോ. മിസ് പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ.